everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം മേക്കപ്പ് ലുക്ക് ആണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഞാനിപ്പോൾ വീട്ടിലല്ല ഉള്ളത്, അതാണ് ഈ ഒരു സെറ്റപ്പ്. അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഉള്ളത്, മുറിയിലിരുന്നല്ല നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. ഒരു മുറിയാണ്, ഇവിടെ ഇപ്പോൾ ആരും കിടക്കുന്നില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണല്ലോ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, 2 ആഴ്ച ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല, കാരണം എൻ്റെ റിലേറ്റീവ്സിൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാനോ ഇടാനോ പറ്റിയില്ല. ഞാൻ എടുത്ത വീഡിയോസ് പോലും എഡിറ്റ് ചെയ്തിടാനായിട്ട് എനിക്ക് പറ്റിയില്ല, അത്രയ്ക്ക് ബിസി ആയിരുന്നു, അതാണ് ഇടാത്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. ഈ കാണുന്ന ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്, ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്കാണ്. എക്സ്ട്രാ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ വിതൗട്ട് എനി ഫർദർ ado, let's get into the വീഡിയോ. ഇപ്പോൾ ഈ കോവിഡ് കാരണം നമുക്ക് വെളിയിൽ പോയി ഡ്രസ്സ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഓണക്കോടി വാങ്ങിക്കാനോ ആഘോഷിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഓണക്കോടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാണോ? ഓൺലൈനൊക്കെ നമുക്ക് ഓണക്കോടി വാങ്ങിക്കാം. ചില സ്ഥലങ്ങളിൽ ഇപ്പം ഓൺലൈൻ ഡെലിവറി ഇല്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ ഡെലിവറി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവാം. ഞാനും കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യും. ഞാൻ ഓണത്തിന് പർച്ചേസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓണക്കോടി വാങ്ങിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് പഴയ ഡ്രസ്സ് തന്നെ ഈ ഒരു ഓണത്തിനും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ പഴയ ഒരു ബ്ലൗസാണ്. ഇത് എൻ്റെ എൻഗേജ്മെൻറ്റ് ബ്ലൗസാണ് ഈ ഇട്ടിരിക്കുന്നത്. ഇതൊരു പഴയ നേരിയതാണ്. അപ്പോൾ നമുക്ക് പഴയ ഡ്രസ്സ് എങ്ങനെ വേറെ രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം എന്നൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തില്ല, പക്ഷേ ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോവുക. ഓക്കെ, എന്നിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന മിക്ക പ്രൊഡക്ട്സും റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഹോൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇതിൽ ഒത്തിരി പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. എന്നാലും ഒരു 6-7 പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ ലുക്സ് മേക്കപ്പ് ലുക്സ് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് കാണിക്കാമല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഇത് എൻ്റെ റീസെൻറ്റ് പർച്ചേസ് ആണ്. ഇത് വന്നിട്ട് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ്, നോൺ ഓയിലി ഫ്രഷ് ഫ്രീ. ഇത് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. നല്ല റിവ്യൂസും ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ചീത്ത റിവ്യൂസും കേട്ടിട്ടുണ്ട്. അപ്പം ഏതാണ് നല്ലത്? ഞാനിപ്പോൾ യൂസ് ചെയ്തെടുത്തോളം എനിക്ക് കുഴപ്പമില്ല, ഓക്കെ ആണ്. എന്താ പറയുക, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം ഒരു റിവ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതേപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ ഇത് കൺസീൽ ചെയ്യാൻ പോവാണ്. അപ്പം എനിക്ക് ചെറിയ രീതിയിൽ ഡാർക്ക് സർക്കിൾസ്, ചെറിയ രീതിയിൽ ഡാർക്ക് സർക്കിളും ചെറിയ രീതിയിൽ ഡാർക്ക് സ്പോട്ട്സും ഉണ്ട്. അപ്പോൾ ആദ്യം അതൊന്ന് കവർ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കൺസീൽ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഓറഞ്ച് കറക്റ്റർ വെച്ച് കറക്റ്റൊക്കെ ചെയ്യാം. എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കൺസീലർ യൂസ് ചെയ്ത് അതൊന്ന് ഹൈഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കൺസീലർ വന്നിട്ട് മേബിലിൻ്റെ ഈ ഒരു കൺസീലറാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മീഡിയം. അപ്പോൾ ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കൂടെ ലിങ്കും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കുമല്ലോ. ഓക്കെ, ഇതെൻ്റെ എക്സാക്ട് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. വൺ ഷെയ്ഡ് ലൈറ്റർ ഒന്നുമല്ല, എക്സാക്ട് ഷെയ്ഡ് തന്നെയാണ്. എനിക്കങ്ങനെ വൺ ഷെയ്ഡ് ലൈറ്റർ യൂസ് ചെയ്യണമെന്ന് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാനൊരു സ്പഞ്ച് യൂസ് ചെയ്ത് ജസ്റ്റ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഡാർക്ക് സർക്കിൾസ് ഉള്ളവരാണെങ്കിൽ എന്താ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ കൂടെ യൂസ് ചെയ്യാൻ പോവാണ്. കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ
ഫൗണ്ടേഷനും കൂടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് പുതിയൊരു ഫൗണ്ടേഷനാണ്. ഞാൻ നേരത്തെ കാണിച്ച കൺസീലർ പുതിയ കൺസീലറാണ്. ഇത് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൊഡക്റ്റ്. ഞാനൊരു 3-4 ടൈംസ് ഇപ്പോഴേ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ രണ്ട് പ്രൊഡക്ട്സും. ഏതാ, നൈക്കയുടെ ഈ ഒരു ഫൗണ്ടേഷനും മെയ്ബ്ലിൻ്റെ കൺസീലറും. നല്ല രണ്ട് അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ നല്ല രണ്ട് പ്രൊഡക്ട്സ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡ്യൂയി ഫിനിഷ് നമുക്ക് കിട്ടും. ഇത് വന്നിട്ട് നൈക്ക സ്കൾപ്റ്റിംഗ് ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നമ്മൾ ലെയേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ഇടുമ്പോഴത്തേക്കും ചിലർക്ക് അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിരിക്കും. എനിക്കതുപോലെയാണ്. പക്ഷേ ഇതിട്ട് കഴിഞ്ഞുണ്ടല്ലോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഇട്ടതായിട്ടേ തോന്നില്ല, ഒന്നും ഇട്ടതായിട്ട് തോന്നില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഫൗണ്ടേഷൻ. കാരണം ഞാൻ ഒത്തിരി ഫൗണ്ടേഷൻ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, വളരെ കുറച്ച് ഫൗണ്ടേഷൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് വന്നതിന് ശേഷം പുതിയ പുതിയ പ്രൊഡക്റ്റ്സ് ട്രൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്പഞ്ച് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സെയിം കൺസീലർ യൂസ് ചെയ്ത് തന്നെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്, എൻ്റെ സെയിം ഷെയ്ഡ്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ സാധാരണ എടുക്കേണ്ട 1 ഷെയ്ഡ് ലൈറ്റർ 2 ഷെയ്ഡ് ലൈറ്റർ ഒക്കെയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ഫോട്ടോയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ കറക്റ്റ് നല്ല പോലെ മനസ്സിലാവും അത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് വെച്ച് തന്നെ ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനത് ബേസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ സെറ്റ് ചെയ്യാം. ഞാൻ സെറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതെന്നറിയില്ല, വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കോൺടോറിങ് ചെയ്യാൻ പോവാണ്. എൻ്റെ മൂക്കൊക്കെ കോൺടോറിങ് ചെയ്യാൻ പോകണം. എൻ്റെ മൂക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കോൺടോർ ചെയ്യാം. ഇത് എൻ്റെ ന്യൂ പർച്ചേസ് ആണ്. ഇത് വന്നിട്ട് കെ ബ്യൂട്ടി കോൺടോർ സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് ബേജ് ഫോക്കസ്. അപ്പോൾ ഞാനിനി എൻ്റെ ഐബ്രോസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഐബ്രോസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ അൾട്ടിമേറ്റ് ബ്രോ കിറ്റാണ്. ഈ കാണിച്ച പ്രൊഡക്റ്റ്സ് എല്ലാം ബിഗിനർ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഇപ്പോൾ ചെയ്യാൻ പോണേ. ഞാൻ എൻ്റെ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐ മേക്കപ്പ് ആണ്. അപ്പോൾ ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പാലറ്റ് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പാലറ്റാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റോസ് ഇൻ ദ എയർ എന്ന് പറയുന്ന ഒരു പാലറ്റാണ്. അപ്പോൾ ഇതും ഒരു ബിഗിനർ ഫ്രണ്ട്ലി പാലറ്റാണ്. ഒരുപാട് ലുക്സ് ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. നല്ല പിഗ്മെന്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ഷെയ്ഡ് ഞാനിപ്പോൾ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്.
ഇനി ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈനിൽ നമ്മൾ യൂസ് ചെയ്ത ട്രാൻസിഷൻ ഷെയ്ഡിൽ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടായിരുന്നു, ആ ഷെയ്ഡും ഈ ഒരു ഷെയ്ഡും കൂടെ ചേർത്ത് അണ്ടർ ഏരിയയിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഐ മേക്കപ്പിൽ കാജൽ അപ്ലൈ ചെയ്യണം, ഐലൈനർ വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് റിമൽ ലെൻഡന്റെ സോഫ്റ്റ് കോൾ കാജൽ ഐലൈനർ പെൻസിലാണ്. അപ്പൊ ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ ഐലൈനർ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഐലൈനർ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ജെൽ ഐലൈനർ ആണ്, ഗെറ്റ് ഇങ്ക് ജെൽ ഐലൈനർ. സ്കെച്ച് പെൻ ആണ്, ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി മസ്കാര അപ്ലൈ ചെയ്യണം, പക്ഷെ ഞാൻ മസ്കാര എടുത്തോണ്ട് വന്നില്ല. ഞാൻ പറഞ്ഞില്ല എന്റെ വീട്ടിലാണ്, അപ്പം എന്റെ കയ്യിൽ വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ എന്റെ കയ്യിൽ ഉള്ളൂ. മസ്കാര ഇപ്പോൾ എന്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ മസ്കാര അപ്ലൈ ചെയ്തിട്ടില്ല. മസ്കാരയെ കൊണ്ട് അപ്ലൈ ചെയ്യേണ്ടതായിരുന്നെങ്കിൽ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ഉള്ള പ്രൊഡക്ട്സ് വെച്ച് നമുക്ക് ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്ലഷ് ആണ്. ബ്ലഷിന് വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല പിങ്ക് അല്ലെങ്കിൽ ഒരു പീച്ച് ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലഷ് അല്ലാതെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്ലഷ് വന്നിട്ട് ഈ ഒരു ബ്ലഷാണ്. ഇത് വന്നിട്ട് ഷുഗറിൻ്റെ 3-in-1 പാലറ്റ് ആണ്. ഇതിൽ ഈ ഒരു ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് സ്പഞ്ച് തന്നെയാണ്. സ്പഞ്ചിൽ ഈ ഒരു പൗഡർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇപ്പോൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അത് ഈ ഒരു ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി അവസാനമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക് ആണ്. ഇപ്പോൾ ലിപ്സ്റ്റിക്കിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ തന്നെ ഗോസിപ്പ് ഡോസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ്, നല്ല ലിപ്സ്റ്റിക് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കമ്മൽ ഇടാം, മാല ഇടാം, പിന്നെ നമുക്ക് മുടി കെട്ടി വെക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പോയാൽ ഓക്കെ. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി ഓണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.